ഈ തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു കല്യാണത്തിന്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. അങ്ങനെ തൊപ്പിയുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെക്കൻ പണ്ട് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള തെണ്ടിത്തരങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇപ്പൊ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ചെക്കനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഇനി തൊപ്പി കുറച്ചു കാലം സോഷ്യൽ മീഡിയ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് എവിടെയെങ്കിലും മാറി നിന്നോ, അതായിരിക്കും തൊപ്പിക്ക് നല്ലത്. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് തൊപ്പിയുടെ ഒരു മുൻ കാമുകിയുടെ വെളിപ്പെടുത്തലിലേക്ക് തന്നെ വരാം. ആരാണ് ആ മുൻ കാമുകി? മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി ഫസ്മിന സാക്കിർ. ഫസ്മിന സാക്കിർ എന്ന വിഷയത്തിലേക്ക് വലിച്ചിടുന്ന സങ്കടമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ചിലരൊക്കെ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാകത്തില്ലല്ലോ, അതുകൊണ്ടാണ്. എനിവേ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പറയുന്ന ഫസ്മിനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു മേജർ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരും അത് ഓർക്കുന്നുണ്ടാകും. എന്തായിരുന്നു അത്? ഈ പറഞ്ഞ ഫസ്മിനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലു ബിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ സംഭവം തന്നെ. അന്ന് അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൻ ഫൈറ്റ് ആയിരുന്നു അല്ലെ. എന്തായാലും ആ ഫൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫസ്മിന സാക്കിറിന്റെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലു ബി അന്ന് ഫൺ വിത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂക്കിടെ തൊപ്പിയുമായി ഫസ്മിന എന്തുകൊണ്ടാണ് തെറ്റിപ്പിരിഞ്ഞത് എന്ന് ഫസ്മിന തന്നോട് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 3 മാസം മുന്നാണ് ഇവൻ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്ന് അവൻ ഇതൊക്കെ പറഞ്ഞതിന് നമ്മൾ അവനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തൊപ്പിക്കെതിരെ പല കാര്യങ്ങളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവൻ അന്ന് പറഞ്ഞ വാക്കുകൾ വാട്ട് ഹി സെഡ് ഈസ് മേക്ക് സെൻസ്. അവൻ അന്ന് പറഞ്ഞ വാക്കുകളിൽ കാര്യമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അന്ന് അവൻ എന്താണ് പറഞ്ഞെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ലല്ലുവും പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഞങ്ങൾ എറണാകുളം വാക്കുവെന്നാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഇവളെ കുറെ സാഡ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവള് എന്നിലോട്ട് എത്തണേ. പറഞ്ഞ കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ? അവളെ എക്സ്. ഈ തൊപ്പി എന്ന പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. കേട്ടല്ലോ, തൊപ്പി ബൈസെക്ഷൽ ആണ്. തൊപ്പി കൂടെ നടക്കുന്ന ചെക്കനുമായി ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ടാണ് തൊപ്പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് താൻ സ്റ്റോപ്പ് ആക്കിയത് എന്ന് ഫസ്മിന തന്നോട് പറഞ്ഞു എന്ന് അന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവൻ ഇത് പറഞ്ഞപ്പോ ഞാൻ അടക്കം എല്ലാവരും ഇവനെ വിമർശിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. തൊപ്പിയുടെ കൂട്ടത്തിൽ നടന്ന ഈ മമ്മു എന്ന് പറയുന്ന ഒരുത്തൻ കഴിഞ്ഞ ദിവസം തൊപ്പിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലില് എന്തായിരുന്നു പറഞ്ഞത്? തൊപ്പി വീട്ടിലേക്ക് ഇടയ്ക്കിടെ ചില പെണ്ണുങ്ങൾ കൊണ്ടുവരുമായിരുന്നു, എന്നിട്ട് അവരുമായി സെക്സ് ചെയ്യുമായിരുന്നു. അതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തൊപ്പി ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവളുമായി സെക്സ് ചെയ്യുന്നതിന്റെ അടുക്ക് തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയും തന്റെ കൂടെ വന്ന പെണ്ണിന് തീരെ സുഖം തരാൻ അറിയില്ല എന്ന് അവനോട് പറയുകയും ശേഷം തന്നെ കൊണ്ട് ബ്ലോ ചെയ്യിക്കുകയും ചെയ്തു എന്നൊക്കെ മമ്മു എന്ന് പറയുന്ന ഒരുത്തൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മമ്മു എന്ന് പറയുന്നവന്റെ ആ വെളിപ്പെടുത്തലും ലല്ലുവിന്റെ ഇന്റർവ്യൂല് പറഞ്ഞ വാക്കുകളും കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞത് സത്യമാണ് അല്ലെ. പക്ഷെ അന്ന് വരെ നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ്. ഐ ആം ദി സോറി അളിയ. ഈ തൊപ്പിയെ പോലുള്ളവന്റെ പിന്നാമ്പുറ കഥകൾ നമ്മളിപ്പോഴല്ല അറിയുന്നത്. ഇവൻ ഇങ്ങനെ ഒരുത്തനാണെന്നുള്ളത് നമ്മളിപ്പോഴല്ല മനസ്സിലാക്കുന്നത്. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. 1-2 ദിവസം മുമ്പ് ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഇവനൊരു വമ്മ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുമാണ് വോയിസുകൾ ഉണ്ടാക്കുക? മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞ് നിൽക്കാം, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞ് നിൽക്കാം. ഞാൻ പറയാ എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും. ഓക്കെ, എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ. അതായത് ഹനാൻഷാന്റെ ബ്ലോഗിലുള്ള ഹനാൻഷാന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയെ നോക്കി ഇവനൊരു മോശം ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വോയിസ് ക്ലിപ്പ് ഈ തൊപ്പിയുടെ കൂടെ നടത്തിയിരുന്ന ഷമീറും അമ്മുവും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് മൊത്തം ആണ് മക്കളെ നോക്കി. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവസാനം എല്ലാം കറങ്ങി തിരിഞ്ഞ് ഏന്റെ നെഞ്ചത്തോട്ടല്ലേ വരത്തുള്ളൂ. അല്ല തൊപ്പി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയും ഇതേമാതിരി ഷമീറിന്റെയും അമ്മുവിന്റെയും ഒക്കെ കുറെ വോയിസ് ക്ലിപ്പുകൾ നിന്റെ ചാനലിലൂടെ
പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ അതൊക്കെ എ ആണെന്നും പറയേണ്ടി വരുമല്ലോ. അവര് പുറത്തു വിട്ടത് എ ആണെങ്കിൽ നീയും പുറത്തു വിട്ടത് എ തന്നെയാണ്, അത്രേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ അടുക്കുന്ന ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, ഓഡിയോ ആണെങ്കിൽ അത് എ ആയിരിക്കും, പക്ഷെ വീഡിയോ ആണെങ്കിൽ വിശ്വസിക്കാന്നൊക്കെ. അങ്ങനെയെങ്കിൽ നിന്നെ കുറിച്ചുള്ള ഒരു വീഡിയോ അവന്മാര് പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തൊരു വലിയ തെണ്ടിയാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കോഴിക്കോട് നമ്മളെ പാകിസ്ഥാനിന്റെ നാടല്ലേ? അവിടെ ഞാൻ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്, സപ്ലൈ എത്തിയിട്ടുണ്ട്. ആ ക്യാപ്പ് എടുത്ത് ശരത്തിന്റെ സെറ്റാക്കി വെച്ചോ. പോയോടെ റൂമിൽ മണം വിടണ്ട, നോക്കി വെച്ചല്ലോ. ഇവിടുന്ന് റൈറ്റ് റൈറ്റോട് കൊക്കത്തെ പോലത്തെ എല്ലാവരും വാണൊക്കെ വെച്ചിട്ട് തുമ്പിനോട് രണ്ടും സ്ഥലം പാട്ടില്ലേ നോക്കാതെ നിന്നെ ലെഫ്റ്റ് വരുന്ന ലെഫ്റ്റ് ലെഫ്റ്റ് ഓക്കെ, ഈ പറഞ്ഞ തൊപ്പീന് ഗ്യാങ്ങിലുള്ള എല്ലാവരും കൂടി കാറിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് തൊപ്പി അടിച്ചൊരു ഡയലോഗാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. വഴിക്കൂടെ പോകുന്ന ഏതൊരു പെണ്ണിനെ നോക്കി അടിച്ച ഡയലോഗാണിത്. എന്താണ് ആ ഡയലോഗ്? നോക്കിക്കോ, സ്കാൻ ചെയ്ത് വെച്ച് വീട്ടിൽ പോയി വാണം വിടാൻ നോക്കി. ആശാനായി നടക്കുന്ന ആള് കൂടുതലുള്ള ചെക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗാണിത്. സ്കാൻ ചെയ്ത് വെച്ച് വീട്ടിൽ പോയി വാണം വിടാന്നുള്ളത്. ഇവന്റെ ഒക്കെ ഒരു നിലവാരം ആലോചിച്ച് നോക്കണത്. ഇത് ഷമീർ തന്നെ അന്ന് ഫണ്ണായിട്ട് എന്തോ റെക്കോർഡ് ചെയ്ത് വെച്ച സംഭവമാണിത്. പക്ഷെ ഇന്ന് ഇവര് തെറ്റിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ഷമീർ തന്നെ ഇത് പുറത്തു വിട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇതോടുകൂടി തൊപ്പി അടപടൽ മൂഞ്ചിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി കുറച്ചു കാലം തൊപ്പിക്ക് മുണ്ടിട്ട് പുറത്തിറങ്ങി നടക്കാം. ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി തൊപ്പിയുമായി ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞവന്മാരും വലിയ പുണ്യാളന്മാരൊന്നും അല്ലേ കേട്ടോ. അവന്മാർക്കാണെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. ഈ തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ ഷമീർ എന്ന് പറയുന്നവൻ കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് മുട്ട കോമഡിയാണ് മക്കളെ. ഇവര് പോലീസ് സ്റ്റേഷനിൽ തൊപ്പിക്കെതിരെ പരാതി കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വ്ളോഗാണത്. പരാതി എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഈ ഷമീറിന്റെ പേരിൽ ഈ പറയുന്ന തൊപ്പി ഒരു ഫോർച്യൂണർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ പൈസക്കാണ് വാങ്ങിയത്, തൊപ്പിയുടെ ആവശ്യത്തിനാണ് വാങ്ങിയത്. പക്ഷെ വണ്ടി എടുത്തത് ഈ പറയുന്ന ഷമീറിന്റെ പേരിലാണ്. അങ്ങനെ ഷമീർ എന്ന് പറയുന്നവന് തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ഇവനൊരു പേടി, എങ്ങാനും തൊപ്പി ഈ വണ്ടിയും കൊണ്ടുപോയി എവിടെയെങ്കിലും മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇത് തനിക്ക് വിനയായിട്ട് വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, തൊപ്പിക്കെതിരെ ഒരു കേസ് അങ്ങ് കൊടുത്തു കളയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ഇവര് വ്ളോഗ് ആക്കുന്നുമുണ്ട്. ആ വ്ളോഗ് എന്ന് പറയുന്നത് മുട്ട കോമഡിയാണ് മക്കളെ. ഇവന്മാരൊരു അന്തവും ഒന്നും ഇല്ലാത്തവരാണെന്നുള്ളത് ആ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം എൻ്റെ വണ്ടി എന്ന് പറയുന്നു, ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമിയായിട്ട്, എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. കാരണം ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാണ് ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത്. അപ്പം ഈ വണ്ടിയും ഓൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കുടുങ്ങും. മനസ്സിലായോ? മുൻകൂട്ടി നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പറയും. അതെ, ഞാനിപ്പോൾ ഒരു പരാതി കൊടുക്കും. എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതി കൊടുക്കും. അത് ഞങ്ങൾക്ക് എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ്, ഈ പറഞ്ഞ പോലെ നാളെ ഓൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ തലയിൽ ഇത് ഉണ്ടാവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കും. നമുക്ക് ഡ്രഗ് എന്തെങ്കിലും നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കരുത്, നമ്മുടെ കൈമിൽ വണ്ടി ഇല്ല എന്നുള്ള രീതിയിൽ. അതെ അതെ, കാരണം നാളെ ഓനെ ഇല്ല് കഞ്ചാവോ ഈ പറഞ്ഞ MDMA കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എന്റെ പേരിൽ ഷമീറാണ് കിടത്തിയത്, ഷമീറിന്റെ വണ്ടി ശരിക്കും എന്നെയാണെന്ന് തോന്നുന്നു എന്റെ പ്ലാനിങ്. അങ്ങനെയൊക്കെ നിന്റെ പേരും വെച്ച് MDMA കഞ്ചാവും ഒക്കെ കടത്തി പൈസ ഉണ്ടാക്കാണ്ട് ഗതികേട് തൊപ്പിക്കുണ്ടോ മോനെ? അങ്ങനെ ഒരു ഗതികേട് തൊപ്പിക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ പൂത്ത കാശ് ചെക്കന്റെ കയ്യിലുണ്ട്, ചെക്കൻ നല്ലോണം സമ്പാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളും കഞ്ചാവും കടത്തി പൈസ ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും തൊപ്പിക്കില്ല. ഇവനിത് പേഴ്സണലി യൂസ് ചെയ്താലേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പേടിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട മോനെ. പിന്നെ എന്തായാലും നിന്റെ പേരിൽ വണ്ടി എടുത്തതല്ലേ, നാളെ അവൻ എന്തെങ്കിലും കന്നം തിരിവ് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ നിന്റെ പേര് തലയിലായിരിക്കും വരിക. അതുകൊണ്ട് അതിന് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കേസ് കൊടുത്തിട്ടാളാ. അതെന്തുകൊണ്ട് നല്ലതാണ്. എന്തായാലും നീ ബാക്കി പറ. നമുക്കൊന്നുമില്ല, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ നിരപരാധിത്വം നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അത്ര മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. വളരെ നല്ല ഉദ്ദേശം. ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായി കാണുമല്ലോ നിന്റെ ദിനപരാധിത്വം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിന്നോട് അവര് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞ് നിന്നെ വിലക്കിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇനി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവന് വ്ളോഗിനിടെ ബസ്സിൽ കയറുന്ന ഒരു രംഗമുണ്ട്. അന്നേരം കുറച്ച് ചെക്കന്മാരെല്ലാരും കൂടി ഇവന്റെ അടുത്ത് വന്ന് പൊതിയുന്നുണ്ട്. അത് കണ്ടിട്ടാണ് മക്കളെ ഒട്ടും സഹിച്ചുകൂടാത്തത്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു. അപ്പൊ ഗൈസ് നമ്മള് ഈ പറഞ്ഞ പോലെ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് ബസ്സിൽ വെച്ചിട്ട് 3-4 ആൾക്കാരെ കിട്ടിയതാ. എന്താണ് അത്രേ ഉള്ളൂ.
എന്തത്രേ ഉള്ളൂ? ചെറിയ പിള്ളേർ വന്നും കഴിഞ്ഞിട്ട് അടിക്കുന്ന ഡയലോഗ് ഒക്കെ നിങ്ങൾ നമ്മളിന്ന് പൊളിക്കും, തൊപ്പിയെ പൊളിച്ചെടുക്കും, ഹനാൻസാനെ പൊളിച്ചെടുക്കും എന്നൊക്കെ. എന്താലേ ചെക്കന്മാരുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവന്മാരുടെ ഒക്കെ വീഡിയോ ഏറ്റവും കൂടുതൽ കുത്തിരുന്ന് കാണുന്നത് ചെറിയ ചെക്കന്മാരാണ്. ഭയങ്കര ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഇവർ ഈ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, ഞാൻ കുറെ കാലത്തിന് ശേഷം ഇന്നലെയാണ് എന്റെ പെങ്ങളുടെ മകനെ കാണുന്നത്. അവൻ ചെറിയൊരു ചെക്കനാണ്. അപ്പൊ അവൻ ഇന്നലെ കണ്ട സമയത്ത് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയോ? തൊപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്തില്ല കേസ് മാമാന്ന്. അവൻ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. ഇന്നേ വരെ എന്റെ വീഡിയോനെ കുറിച്ച് ഒന്നും ചോദിക്കാത്ത ഒരുത്തനാണ്. പക്ഷെ തൊപ്പിന്റെ വിഷയം വന്ന സമയത്ത് അവൻ കൃത്യമായിട്ട് കയറി ചോദിച്ചത് നോക്കി നിങ്ങൾ. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ കുറച്ചു നേരം തരുത്തുപോയി എന്നുള്ളതാണ്. എത്രത്തോളം കുട്ടികളാണ് ഇവരുടെ ഓരോരോ വീഡിയോകൾ ഇരുന്ന് കാണുന്നത്, ഇവരിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയി മാറുന്നത്. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണ് നമ്മുടെ സൊസൈറ്റിക്ക്. ഇവരൊന്നും ഒരിക്കലും നമ്മൾ എൻകറേജ് ചെയ്യാനേ പാടില്ല. എനിവേ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ വ്ളോഗിൽ ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് തൊപ്പിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ ആവശ്യം എന്താണെന്ന് അറിയോ? ഡ്രഗ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ലാബിൽ ചെന്നിട്ട് ഇവർക്ക് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവർ എന്ത് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ആദ്യം ലാബിൽ പോയി കളയാമെന്ന് ഇവരൊക്കെ കരുതി. അങ്ങനെ ഇവർ ലാബ് തപ്പി നടക്കുന്നതിന്റെ ഒരു ഭാഗം ഇവർ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മക്കളെ. അത് മുട്ട കോമഡിയാണ്. ഇവരൊരു അന്തും കുന്തും ഇല്ലാത്തവന്മാരാണെന്ന് മനസ്സിലാക്കാൻ ആ ഭാഗം കണ്ടാൽ മാത്രം മതി. നമുക്ക് തരാമെന്ന് കണ്ടോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് എവിടെയാണ് ഇത്? തൃപ്പൂണിത്തറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുക. ബസ് കുറച്ച് മുമ്പോട്ടായിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു 500 മീറ്റർ നടക്കണം. അപ്പോൾ ആദ്യം ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. മെട്രോപോളിസ് നാട്ടം പറഞ്ഞാൽ നമ്മൾ അപ്പോളോയിൽ പോകാനാണ് നിന്നത്. പക്ഷെ അതാണ് അപ്പോളോയിൽ പോകാനാണ് നിന്നത്. പക്ഷെ അപ്പോളോയിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ കൊണ്ട് മെട്രോപോളിസിൽ പോകാമെന്ന് വെച്ച് അല്ലേ. പക്ഷെ അവിടുത്തെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ മെട്രോപോളിസ് എന്നും പറഞ്ഞു ബോർഡ് പോലും വായിക്കാതെ ഇവർ കയറി ചെല്ലുന്നത് GMR എന്ന് പറയുന്ന വേറെ ഏതോ ലാബിലേക്കാണ്. നമ്മളെന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം അല്ലേ. പേര് പേരെന്താടാ? മെട്രോപോളിസ് അങ്ങനെ എന്തോ ഇതിന്റെ പേര്. GMR അല്ലോ. GMR ലാബ്സിൽ വന്നിട്ടുള്ളത്. ബെസ്റ്റ്. ലാബിന് മുന്നിൽ വെണ്ടക്കാച്ചരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് GMR ലാബ്സ് എന്ന്. അതുപോലും വായിക്കാതെയാണ് ഇവര് മെട്രോപോളിസ് ലാബ് എന്ന് പറഞ്ഞ ആ ലാബിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇവന്മാരുടെ അന്തം നോക്കണം നിങ്ങൾ. ഇവര് ലാബിന്റെ പേര് വ്ളോഗിൽ പുറത്തുനിന്ന് കാണിക്കുന്നുമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കി. ഇത് ലൈവ് നാട്ടം പറഞ്ഞിട്ട് എന്താടാ അസ്പാക്കെ? ഇതാണ് നമ്മൾ വന്ന ഇത് കേട്ടോ. നമ്മൾ വന്ന സ്ഥലം ഇതാ. എന്തായി എവിടെ കണ്ടോ? വെണ്ടക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് GMR ലാബ് എന്നുള്ളത്. ഒരു കണ്ണു പൊട്ടനൊക്കെ ഏതൊരാൾക്കും അത് കണ്ടാണെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റും. അതുപോലും വായിച്ച് മനസ്സിലാക്കാൻ അന്തമില്ലാത്ത ആൾക്കാരാണ് ഇവരെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരാണ് ലാബ് ടെസ്റ്റ് ചെയ്യാനും പോലീസ് കേസ് കൊടുക്കാനും ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. എനിക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ ഹനാൻഷാ ചെയ്തൊരു വ്ളോഗിൽ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടോക്കി. സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ AI ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ഈ ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10, 20 ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അറിയണില്ല അവർക്ക്. ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്. അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീം അതാണ് ഇത്ര എന്താ അവന്മാർക്കുള്ളൂ. ആ അവന്മാരാണ് തൊപ്പിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. എന്തായാലും ഈ സെമിനാർ വ്ളോഗിൽ ഇവൻ ഇനിയും എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. ഞാൻ ഉറപ്പിച്ച കാര്യം 3 മണിക്ക് ഉമ്മ വിളിച്ചടാ. 3 മണിക്ക് വീട്ടുകാരും കുടുംബക്കാരും എന്നോടുണ്ടായിരുന്നല്ലോ ഗൈസ്. എനിക്കൊരു 10-15 ആൾക്കാർ എൻ്റെ മോഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈവിൻ്റെ ഇതെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട്. അവരെല്ലാം ഞാൻ ഇന്ന് ഗ്രൂപ്പ് തുറന്ന് നോക്കിയപ്പോൾ അവരെല്ലാം എന്നെ തെറി വിളിച്ചിട്ട് ലെഫ്റ്റായിട്ട് പോയി. 1 രൂപ പോലും കൊടുക്കാണ്ട് എൻ്റെ കൂടെ ഉണ്ടായവരാ. എന്നോട് സ്നേഹത്തിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാ. അവരടക്കം ഈ പറഞ്ഞ പോലെ 10-14 പേര് തെറിയും വിളിച്ചിട്ട് അവരടക്കം പോയി. മനസ്സിലായി? ആർക്കും എന്താ സംഭവം അറിയില്ല. അടുക്ക് ഈ തെറിയും വിളിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. എങ്ങനെയാ ഉറങ്ങാൻ തോന്നുക? അത് തീരുമാനമായി. പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. ബെസ്റ്റ്. വളരെ നല്ല കാര്യം. അങ്ങനെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെട്ട് കിട്ടിയല്ലോ. അല്ല, ഒരാളുടെ കല്യാണം മുടങ്ങുന്നതിൽ സന്തോഷിക്കുന്ന അത്ര നല്ല കാര്യമില്ല എന്നറിയാം. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നീ കെട്ടാതിരിക്കുന്ന ആ മോൻ എന്തുകൊണ്ട് നല്ലത്? ആദ്യം നിന്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. എന്നിട്ട് പതിയെ നമുക്ക് കല്യാണം കഴിക്കാന്നേ. അതുവരെ അവളോട് കാത്തിരിക്കാൻ പറ. അവള് കാത്തിരിക്കുമെന്ന് നോക്കാലോ. അല്ലാതെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നീ കല്യാണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അത് നിനക്ക് തന്നെ ചീത്തപ്പേരാവത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അവളുടെ വീട്ടുകാർ നിനക്ക് കിട്ടിച്ചേരാനും പോണില്ല. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. ചെക്കന്റെ കല്യാണം വരെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ. എന്തായാലും ഇവര് ലാബിലൊക്കെ പോയി ടെസ്റ്റിനൊക്കെ കൊടുത്ത് ഇനി 3 ദിവസം കഴിയും ടെസ്റ്റിന് റിസൾട്ട് കിട്ടാൻ. ഇനി 3 ദിവസം കഴിഞ്ഞ് ഇവര് അടുത്ത വ്ളോഗായിട്ട് വരും കേട്ടോ. ഞങ്ങളുടെ ലാബ് ടെസ്റ്റ് കിട്ടി, ഞങ്ങൾക്ക് ശരീരത്തിൽ ഡ്രഗ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് തൊപ്പിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട്. അന്നേരം പോലീസുകാർ ഇവരെ നൈസായിട്ട് ഒഴിവാക്കി വിടുന്നുണ്ട്. മുതൽ ആരെങ്കിലും ഒന്ന് കണ്ടോക്കാം. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം,
ഒരു പരാതി കൊടുക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് അവർ ക്യാമറ കയറ്റും തോന്നില്ല ഗൈസ്. അപ്പോൾ പരാതി കൊടുത്തിട്ട് അതിന്റെ റെസീറ്റ് ഞാൻ കാണിച്ചു തരാം. സാറേ ഒരു പരാതി തരാനായിരുന്നു. ആ വണ്ടി കളവ് പോയതാ. ആ ഓക്കെ ഗൈസ്, അപ്പോൾ കയറാൻ പോയിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ക്വാളിറ്റി മൈക്ക് ഉണ്ടില്ല, അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ എന്തായാലും പരാതി കൊടുക്കാം. സ്റ്റേഷനിൽ ക്യാമറ ആയിട്ട് എന്താ മോനെ, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലാണല്ലോ ക്യാമറ ഓണാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ക്യാമറ ഓണാക്കി അങ്ങോട്ട് ചെന്നാലേ അവന്മാർ പിടിച്ച് അകത്തിടും. ലാസ്റ്റ് ഈ പെണ്ണ് കേസും കഞ്ചാവ് കേസും കൂടാതെ പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമണം നടത്തി എന്നുള്ള കേസും കൂടെ ആവും. എന്തിനാ വെറുതെ അതിനൊക്കെ നിൽക്കുന്നത്? എന്തായാലും മക്കള് കേട്ടോക്കാം. അപ്പം ബാക്കി കാണാം. സാർ ഈ പരാതി കൊടുക്കുന്ന സ്ഥലം ഒരു വണ്ടീൻ്റെ ഒരു ഫോർച്യൂണർ ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഓന് എൻ്റെ പേരിൽ ആക്കിയതാണ്. പക്ഷേ ഇപ്പം ഞാനും അവനുമായിട്ട് അത്ര ഇതിലല്ല. അപ്പോൾ ഓൻ എന്തെങ്കിലും അതിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം എൻ്റെ ശരിക്കുള്ള സ്ഥലം കണ്ണൂര. വണ്ടി അവൻ്റെ പൈസക്ക് എടുത്ത വണ്ടിയാ. വണ്ടി കണ്ണൂർ തന്നെ കൊടുത്ത. പക്ഷെ ഇവിടെ വണ്ടി ഉള്ളത് ഇപ്പൊ കൊച്ചിയിലല്ല. കൊച്ചിയിൽ വരാപ്പുഴയിൽ വണ്ടിയുണ്ട്. ഇവിടെ തരാൻ പറ്റില്ല. അപ്പോ ഈ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, വരാപ്പുഴയിൽ കൊടുക്കാന്നാ പറയുന്നത്. പക്ഷെ വരാപ്പുഴ പോയാ പേടിയാന്ന് കഴിച്ചു. വരാപ്പുഴ പോയാ ഓൺലൈൻ കൊടുക്കാൻ പറ്റുമോ? ഓൺലൈനിൽ ആയിരുന്നു നോക്കാം. വരാപ്പുഴ പോയാൽ മിക്കവാറും എന്താ ചെയ്യാന്ന് പറയാൻ കഴിച്ചു. പേടിയാണ്, സത്യം പറഞ്ഞ ഉമ്മാനെ പേടിയാണ്. ആണോ? ഉമ്മാനെങ്കിലും പേടുണ്ടല്ലോ, വളരെ നല്ല കാര്യം. എന്തായാലും പോലീസുകാർ നൈസായിട്ട് ഒഴിവാക്കി വിട്ടില്ലേ. ഇതിപ്പോ ഇത്ര ആഴ്ച ഇതിക്ക് ഇനിയിപ്പോ വരാപ്പുകയല്ല ഓൺലൈനിലല്ല എവിടെ പോയി കേസ് കൊടുത്തിട്ടും കാര്യമില്ല. തൊപ്പിക്കെതിരാണ് കേസ് കൊടുക്കാൻ പോകുന്നത്. അവൻ നൈസായിട്ട് ഇത് നോക്കി ഊരി വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ ചുമ്മാ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വ്ളോഗ് ചെയ്യാല്ലേ, അതാകുമ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ. എനിവേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കടുപ്പ് വശം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഹനാൻ ഷാ തന്റെ സുഹൃത്തിന്റെ ഭാര്യ അധിക്ഷേപിച്ചതിന് ഈ പറഞ്ഞ തൊപ്പിക്കെതിരെയും തൊപ്പിന്റെ കൂടെ നടക്കുന്നവർക്കെതിരെയും ഒക്കെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള രമേശ് ചെന്നിത്തല സാറിനൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. എന്തുകൊണ്ടും വളരെ നല്ലൊരു മൂവ്മെന്റ് ആണ് ഹനാൻ ഷാ നടത്തിയിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഇനി ഇവിടെ തൊപ്പി ആർക്കെങ്കിലും പൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഹനാൻ ഷാക്ക് മാത്രമാണ്. ഹനാൻ ഷാ കട്ടക്ക് നിന്ന് കഴിഞ്ഞാണെങ്കിൽ, ഹനാൻ ഷാ മനസ്സ് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു പക്ഷേ തൊപ്പിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയേക്കും. അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നന്മയായിരിക്കും അതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് തൊപ്പി ഒന്ന് ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.